ഈ സംഘടന നമ്മൾ വള്ളി കൊണ്ടുവന്ന് വള്ളി ചുറ്റും കേട്ടോ. നമ്മൾ ക്രിക്കറ്റ് കളിക്കാനുള്ള പിച്ച് റെഡിയാക്കിയിട്ടിരിക്കുന്ന കാട് കണ്ടോ. നമ്മളിവിടെ കുറെ 6ഉം 4ഉം അടിക്കും. ഹലോ ഗൈസ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിതേ വെട്ടുകത്തിയും പോച്ചടിക്കുന്ന മെഷീനും കൊണ്ടൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ പിച്ച് വൃത്തിയാക്കാൻ പോകണം ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് നിങ്ങൾക്ക് താഴെ പോകണം കേട്ടോ. താഴെ ചെറിയൊരു സ്പോട്ടുണ്ട് കേട്ടോ, കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. അപ്പോൾ പണ്ട് പിള്ളേരെ കളിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ നമ്മൾ കളിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ദേ ഇവിടെയാണ് നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ട ഈ പോച്ചയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അടിച്ച് വൃത്തിയാക്കി കളിക്കാൻ പറ്റുന്ന രീതിയാക്കണം. കണ്ടോ, അങ്ങനെ നമ്മുടെ മണികണ്ഠാശൻ ആദ്യമായിട്ട് പോച്ചടിക്കാൻ പോകട്ടോ മെഷീൻ വെച്ച്. ഈ സംഘടന നമ്മൾ എൻ്റെ പുറകെ കടന്ന കാട് നമ്മളങ്ങനെ ഏറെക്കുറെ നമ്മൾ സെറ്റാക്കണം ഇല്ല ആശാനെ? അതെ അതെ, തീർച്ചയായിട്ടും കുറെ ഭയങ്കര കാടല്ലായിരുന്നു. ഇത്രയൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെ നിൽക്കേണ്ട വള്ളി ഇത് വിട്ടുപോയിട്ടോ. അടുത്ത വള്ളി എടുക്കാൻ പോയിരിക്കുകയാണ്. എന്നിട്ട് അടുത്ത പണി എന്നിട്ട് അങ്ങനെ നമ്മൾ കാടൊക്കെ വെട്ടി തെളിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഈ തൂമ്പയ്ക്ക് ഇതെല്ലാം നമുക്ക് ഓർമ്മ അല്ലേ? തൂമ്പയ്ക്ക് ഇത് എവിടെ ഉണ്ടോ? അടിച്ച പോച്ചൊക്കെ കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ഒന്ന് കോരി കളഞ്ഞ് പിച്ചൊന്ന് സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബോൾ ബൗൺസ് ചെയ്തില്ല. ഇത് പോച്ച തട്ടി അടിക്കേണ്ട സ്ഥലമോ കേസ്. അങ്ങനെ നമ്മൾ കണ്ടോ ഇത്രയും വൃത്തിയാക്കി. ഭയങ്കര കടായിരുന്നു, ഭയങ്കര കട കേട്ടോ. കുറ്റിച്ചെടി ഉണ്ടായിരുന്നു, നല്ല അടിച്ചു വന്നപ്പോൾ വേണ്ടാശാനെ ഇങ്ങനെയുണ്ട് പോച്ച അടിച്ചിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് വിഷയം അടിക്കുന്നത്. അടിപൊളി. ഇപ്പൊ ചെയ്തോ പോയത് നമ്മൾ ഇത്ര തൂമ്പം കൊണ്ട് ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട്. അച്ചോടെ കുറ്റി ചെടിയൊക്കെ വിട്ടു. ഇതുപോലത്തെ ഇതുണ്ടോ, ഇതുപോലത്തെ കുറ്റിച്ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെട്ടിക്കളണം, അല്ലെങ്കിൽ പിന്നെ കളിക്കാതെ കാലിലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വിഷയമാകും. അങ്ങനെ നമ്മൾ പിച്ചിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞത് നമ്മൾ റോഡിലോട്ട് വീട്ടിലോട്ട് പോകാം കേട്ടോ. ക്ഷീണിച്ച് ചോറ് കഴിക്കാൻ പോകും. അപ്പോഴാണ് രാധാമണി നമ്മുടെ വീട്ടിൽ വന്ന് നമുക്ക് അച്ചാർ കഴിക്കുന്നത്. പിന്നെ അച്ചാർ മാങ്ങ അച്ചാറും സൂപ്പർ അച്ചാർ കേട്ടോ. സൂപ്പർ ആട്ടോ, സൂപ്പർ. എങ്ങനെയുണ്ട് അച്ചാറും? അച്ചാർ സൂപ്പർ, രക്ഷയില്ല. മാങ്ങ എനിക്ക് അയ്യോ എനിക്ക് സൂപ്പർ തണുപ്പ് കേട്ടോ.